വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാമത് വചനം. നാം കഷ്ടതയുടേതായ കുഴികളിൽ കിടക്കുകയായിരിക്കാം. ഒരുപക്ഷെ പാപത്തിൻ്റെ വലിയ ഗർത്തത്തിൽ വീണുപോയിരിക്കാം. കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുക. കെരൂബുകളെ വാഹനമാക്കി ആകാശം ചായ്ച്ചിറങ്ങി നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. കുഴിയിൽ കിടക്കുന്ന നിന്നെ കുഴിയിൽ വച്ച് തന്നെ ചെത്തി വെടിപ്പാക്കി മനോഹരമായ ആലയമാക്കി നിർത്തുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. യഹോവ ശലോമോനോട് ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ആവശ്യപ്പെട്ടു. യഹോവ ആവശ്യപ്പെട്ട പ്രകാരം വളരെ മനോഹരമായി ശലോമോൻ ആലയം പണിതു. ആ ആലയ പണിക്കായി ഉപയോഗിച്ചത് കുഴിയിൽ വച്ച് തന്നെ സകല കുറവുകളും തീർത്ത ചെത്തി വെടിപ്പാക്കിയ കല്ലുകളായിരുന്നു. അങ്ങനെ വെടിപ്പാക്കിയ കല്ലുകൊണ്ട് ആലയത്തിൻ്റെ പണി ചെയ്തതിനാൽ ചുറ്റിക, മഴു, ഇരുമ്പായുധം എന്നിവ കൊണ്ട് വീണ്ടും ചെത്തേണ്ട ആവശ്യം വന്നില്ല. അതിനാൽ യാതൊരു ശബ്ദവും ആലയത്തിൽ നിന്നും കേട്ടില്ല. നാം ആകുന്ന ദൈവമന്ദിരങ്ങൾ കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് പണിയപ്പെടണം. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ നിന്നും അനാവശ്യമായ ഭിന്നതയുടെയോ കലഹത്തിൻ്റെയോ കോപത്തിൻ്റെയോ ശബ്ദം ഉയരുകയില്ല. ജീവിതത്തിൽ കുഴികളും മലകളും സമഭൂമികളുമുണ്ട്. പലപ്പോഴും കുഴിയിൽ കിടക്കുന്ന അവസരങ്ങളിൽ കൂടി ദൈവം കടത്തിവിടാം. രോഗവും പാപവും കടഭാരവും ആകുല ചിന്തകളും കുഴിയിൽ കിടക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കാം. എന്നാൽ കുഴിയിൽ കിടക്കുമ്പോൾ കുറവ് തീർക്കുവാനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. യേശുവാകുന്ന തച്ചൻ കുറവ് തീർക്കാനായി ചെത്തുമ്പോൾ നമുക്ക് അല്പം വേദനിക്കുമായിരിക്കാം. പക്ഷേ അത് നിശ്ചയമായി നമ്മെ മനോഹരമാക്കി തീർക്കുവാൻ തന്നെ, ബലവത്തായി പണിയുവാൻ തന്നെ, എന്നും കുഴിയിൽ കിടക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. എല്ലാത്തരം ശത്രുക്കളിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. 18-ാം സങ്കീർത്തനം 16-17 വാക്യങ്ങൾ. എന്നും നാം ജീവിതത്തിലെ അന്ധതമസായ കുഴിയിൽ കിടക്കേണ്ടി വരില്ല. ഏത് വലിയ കുഴിയിലാണെങ്കിലും നീ ആകുന്ന കല്ലിനെ പണിയുന്നവൻ്റെ കരങ്ങളിലേക്ക് വിനയത്തോടെ സമർപ്പിച്ചാൽ ദൈവഹിതത്തിനനുസൃതമായ മന്ദിരമായി ദൈവം നമ്മെ ഉയർത്തുവാനിടയായിത്തീരും. ഏത് അഗാധമായ ഗർത്തത്തിലാണ് നാം കിടക്കുന്നുവെങ്കിലും കയറിപ്പോരുവാൻ കരം തരുന്ന ദൈവമുണ്ട്. കുറവുകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നാൽ അവൻ കുഴിയിൽ വച്ച് തന്നെ നമ്മെ പണിയുവാനിടയായിത്തീരും. അവൻ പണിതാൽ ആർക്കും തകർക്കാൻ കഴിയുകയില്ല. കുറവുകൾ തീർക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ കരങ്ങളിലിരുന്ന് ദൈവത്തോട് നമുക്ക് പറയാം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. 18-ാം സങ്കീർത്തനം 28-29 വാക്യങ്ങൾ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. 27-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.